ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ അച്ഛനെന്താ ജോലി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന്റെ കൂലിപ്പണിയാ. അമ്മ ഒരു വലിയ വീട്ടിലെ അടുക്കള പണിക്ക് നിൽക്കുക. നിനക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാ നിന്റെ അച്ഛന്താ ഇങ്ങനെ ഒതുങ്ങിയത്. മനസ്സിലായോ? മനസ്സിലായി. ആ, പിന്നെ ഒരു കാര്യം പറയാം. നമ്മൾ സ്നേഹിക്കുന്ന ആളോട് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ആവാം. അത് അമിതമാകുമ്പോഴാണ് പ്രശ്നം. നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. ഏത് ഫ്രണ്ട്? എടാ, എനിക്കറിയാത്ത കോളേജിൽ നിന്റെ ജൂനിയർ ആയിട്ടുള്ള ഫ്രണ്ടില്ലേ, അവനോട്. ഫ്രണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം. ശരി. അച്ഛനെന്തെങ്കിലും മനസ്സിലായി കാണൂ? ഇല്ല. കാണില്ല. ഓക്കെ, പറഞ്ഞതെല്ലാം വാങ്ങിച്ചോളൂ. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. കുട്ടികൾക്ക് സന്തോഷാവണം. അതിനു വേണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ദുർഗ, എന്താ മോളെ, എന്താ പരിപാടി? സ്കൂളില് ക്രിസ്മസ് ആഘോഷിക്കാനാ പ്ലാൻ. അതിന് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളും ബലൂണും പിന്നെ ക്രിസ്മസ് പാപ്പയുടെ മാസ്കും എല്ലാം വാങ്ങാൻ പറഞ്ഞതാ. അത് നന്നായി. കുട്ടികൾക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യാ. മോളെ. ആ അമ്മ. ആ കുട്ടാ. കുട്ടേട്ടാ. അല്ല, കുട്ടനിത് എവിടെയായിരുന്നു? ഞാനേ ഒന്ന് വീട് വരെ പോയിരുന്നു. അല്ല, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നോ? അല്ലമ്മ, ഞാനേ ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്. അപ്പൊ ആ വഴിക്ക് ഒന്ന് കേറുന്നേ ഉള്ളൂ. അങ്ങനെ. വീട്ടിലെന്തുണ്ട് വിശേഷം? വീട്ടില് നല്ല വിശേഷം. ഞാൻ ചെല്ലാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് നിന്നോട് സ്നേഹം കൊണ്ടല്ലേ കുട്ടാ? ഓ, തന്നെ. മുത്തശ്ശിക്ക് ആഹാരത്തിന് മുന്നേ കഴിക്കാൻ ഒരു ഗുളികയുണ്ട്. ഞാനത് എടുത്തിട്ട് വരട്ടെ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി മോളെ. ഞാൻ എടുത്തിട്ട് വരാം മുത്തശ്ശി. എന്തിന്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. അതിന് ആവതില്ലാത്ത കാലം വരുമ്പോ മോള് നോക്കിയാ മതി. കേട്ടാ? കുട്ടേട്ടാ, പോയ കാര്യം എന്തായി? മഹാദേവൻ എന്നൊരാളിന് വന്നിരിക്കുന്ന ലെറ്ററാണ്. അഡ്രസ് ഇന്ദ്രപ്രസ്ഥം. അയച്ചതാരാണെന്ന് മനസ്സിലായോ? ശുഭ എന്നാണ് ഒരു സാധ്യത പറഞ്ഞത്. പാലക്കാട് ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. കമ്പിളിച്ചുങ്ക എന്നാവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ഇതേ ഈ മാഞ്ഞുപോയ അക്ഷരങ്ങൾ ഓരോ സാധ്യത വെച്ച് നോക്കിയെടുക്കുന്നതാ. അതുകൊണ്ടാണ് ഒന്നിനും ഒരു ഉറപ്പ് പറയാത്തത്. മനസ്സിലായി. കുട്ടേട്ടൻ ഒരു സഹായം കൂടി ചെയ്യണം. എന്താ മോളെ? ശരി മോളെ. ചന്ദ്രമ്മ,
അത്യാവശ്യം ജോലി വല്ലതും ഉണ്ടോ? ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, അതാ. അതെന്താ ഒരു സ്ഥലം? എവിടെ പോകുന്നു? ദുർഗയുടെയും കിരൺജയന്റെയും സ്കൂളില് ഇന്ന് ക്രിസ്മസ് ഫംഗ്ഷനാ. അപ്പോ എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞു. അതിനെന്താ, നീ പൊയ്ക്കോ. വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉം. നിനക്കിന്ന് ഫുൾ ടൈം ലീവ് പോരെ? താൻ ഇതുവരെ റെഡി ആയില്ലേ? ദേ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ചെന്ന് റെഡി ആയിക്കേ. ചെല്ല് ചിന്നു ചെല്ല്. താൻ ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? അതെ. അല്ലാതെ എന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല. അല്ല, താൻ ഇതെങ്ങോട്ടാ? അപ്പോഴേക്കും ചിന്നു മറന്നോ അത്? എന്ത്? ഇന്ന് സ്കൂളിൽ ചെല്ലാന്ന് ഇന്നലെ കിരണിന് നമ്മൾ വാക്കുകൊടുത്തില്ലേ, അത് മറന്നുപോയോ? നമ്മളോ? ആ താൻ വരുന്നില്ല, എന്തോ തിരക്കൊക്കെ ആണെന്നല്ലേ പറഞ്ഞത്? പിന്നീട് ആലോചിച്ചപ്പോ തോന്നി പോവാന്ന്. അയാള് വലിയ കാര്യത്തിൽ വിളിച്ചല്ലേ, ഇനി ഞാനായിട്ട് വിഷമിപ്പിക്കണ്ട. അവർക്ക് ഒരു വിഷമവും ഇല്ല. താൻ ചെല്ലാത്തതിൽ സന്തോഷിക്കേ ഉള്ളൂ. അത്ര മതിപ്പല്ലേ എല്ലാവർക്കും? അത് മാത്രല്ല കാര്യം, ഇവിടുത്തെ സാറിന് പോകാൻ പറ്റാത്തോണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. സാറിന് പോവാൻ പറ്റാത്തോണ്ട് താൻ പോവാനോ? താനെന്താ ഇവിടുത്തെ സാറിന്റെ മോനോ? ചില സമയത്ത് തന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ തോന്നും, അതാ ചോദിച്ചത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. തനിക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ലേ? അവരെ കുറിച്ചൊന്നും ഇതുവരെ പറയുന്ന കേട്ടിട്ടില്ല. വീട്ടിൽ പോകുന്നതും കാണുന്നില്ല. വീടും കൂടും ബന്ധവും സ്വന്തമൊന്നും ഇല്ലേ? തന്റെ അച്ഛനെന്താ ജോലി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന്റെ കൂലിപ്പണിയാ. അമ്മ ഒരു വലിയ വീട്ടിലെ അടുക്കള പണിക്ക് നിൽക്കുക. ചേട്ടനിങ്ങനെ PSC ഒക്കെ പഠിച്ച് ജോലിക്ക് നടക്കുക. ബാക്കിയൊക്കെ ശരി. സ്വന്തം അമ്മയെ താൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ശരിയായില്ല. 3 ആണുങ്ങളുള്ള വീടല്ലേ? എടോ, നമ്മൾ ജീവിക്കുന്ന കാലം അമ്മമാരെ കഷ്ടപ്പെടുത്താതെ നോക്കണം. ഉള്ള സമയം തന്നോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മമാരുടെ മനസ്സറിയുന്നവരായിരിക്കണം മക്കള്. താൻ ആദ്യം ആ അമ്മയോടിനി മറ്റുള്ളവരുടെ പാത്രം കഴുകാൻ പോകണ്ടെന്ന് പറയണം. എപ്പോഴും നിങ്ങളോടൊപ്പം വീട്ടിലിരിക്കാൻ പറയണം.